UGC നെറ്റ് 2026 ജൂൺ മാസം നടക്കാൻ പോകുന്ന എക്സാമിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. സോ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 29 തൊട്ട് മെയ് 20 വരെയാണ്. മെയ് 20 രാത്രി 11:50 വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. അതേപോലെ തന്നെ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും 20 മെയ് ആണ്. ആൻഡ് കറക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് മെയ് 22 തൊട്ട് 24 വരെ ഡേറ്റ് കിട്ടുന്നതായിരിക്കും. എക്സാം സിറ്റി അനൗൺസ് ചെയ്യുന്നത് ജൂൺ 10-നായിരിക്കും. അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഏകദേശം 15-ാം തീയതി. ഇനി എക്സാം ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയാണ് നിങ്ങളെങ്കിൽ 1150 രൂപയും, അതേപോലെ ജനറൽ EWS കാറ്റഗറി അല്ലെങ്കിൽ OBC നോൺ ക്രീമി ലെയർ കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 600 രൂപയും, SC ST PWD അഥവാ തേർഡ് ജെൻഡർ കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വെറും 325 രൂപയുമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അടയ്ക്കാവുന്നതാണ്. ഇനി സബ്ജക്റ്റുകൾ നോക്കാം. ഏകദേശം 87 സബ്ജക്റ്റുകളാണ് നമുക്ക് UGC നെറ്റ് എക്സാമിലൂടെ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ JRF തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 87 സബ്ജക്റ്റുകളാണ്. പുതിയതായിട്ട് ഫോറസ്ട്രി സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള സബ്ജക്റ്റുകൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നേരെ ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങളൊരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് എന്തൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ, അതായത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ കയ്യിൽ കരുതണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവുന്നതായിരിക്കും. ആദ്യം തന്നെ UGCnet.nta.nic.in എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾ ക്രോമിലോ ഗൂഗിളിലോ പോയി സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ഏത് ബ്രൗസർ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അവിടെ പോയി സെർച്ച് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടുന്ന് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പേജ് കാണാവുന്നതായിരിക്കും. അതായത് കാൻഡിഡേറ്റ് ആക്ടിവിറ്റിയിൽ രജിസ്ട്രേഷൻ വിൻഡോ ഫോർ UGC നെറ്റ് ജൂൺ 2026 എക്സാമിനേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സോ ഇതായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആവുന്ന വിൻഡോ. ഇവിടുന്ന് ന്യൂ രജിസ്ട്രേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് മുന്നേ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വായിക്കുക. അതിൽ എന്തൊക്കെ കണ്ടന്റ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നായിരുന്നു. നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് അതിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ഏതൊക്കെ സബ്ജക്ട്സ് ആണ് UGC നെറ്റിൽ ഉണ്ടാവുക, അത്തരം എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ കാണുന്നതായിരിക്കും. എങ്ങനെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പ്രോപ്പർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കാനാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്. സോ നമ്മൾ പുതിയൊരു കാൻഡിഡേറ്റ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. സോ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഓപ്പൺ ആയിട്ട് വരും. സോ ബിഫോർ അപ്ലൈയിങ് യു ഷുഡ് ഓൾവേസ് റീഡ് ദ എൻറ്റയർ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നുള്ളതാണ് അവർ പറയുന്ന സജഷൻ. സോ ഇൻഫർമേഷൻ ബുള്ളറ്റിന്റെ പേജ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു PDF ഫയലാണ്. സോ അതിൽ എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ടാവുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഏറ്റവും ആദ്യം വരുന്നത് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ് ലൈക്ക് ഡേറ്റ്സ്, പിന്നെ ഫീസ് സ്ട്രക്ചർ, ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, ഇതൊക്കെയാണ് ആദ്യത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതേപോലെ തന്നെ എക്സാമിനേഷന്റെ സ്കീം, UGC നെറ്റിന്റെ സ്കീം എങ്ങനെയാണ്, മൊഡ്യൂൾസ് എന്തൊക്കെയാണ്, മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം എന്താണ്, പാറ്റേൺ എന്തായിരിക്കും എക്സാമിന്റെ, ആൻഡ് എലിജിബിലിറ്റി. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് ചാപ്റ്റർ 3 നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറഞ്ഞാൽ മതി. ഞാൻ നെക്സ്റ്റ് വീഡിയോ അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ PDF-ലുള്ള ആ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനിലുള്ള കണ്ടന്റ്സ്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഫീസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം, പിന്നീട് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യണം. അതിന് എന്തൊക്കെ വേണം എന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞുതരാം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫീസ് അടയ്ക്കുക എന്നുള്ളത്. ഫീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു.
ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1150 വരും. OBC നോൺ ക്രീമി ലെയർ അല്ലെങ്കിൽ EWS കാറ്റഗറിയിലാണെങ്കിൽ 600 rupees വരും. ആൻഡ് SC/ST തേർഡ് ജെൻഡർ ആൻഡ് PWD ആൻഡ് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, അതായത് PWBD ആണെങ്കിലും നിങ്ങൾക്ക് 325 rupees മാത്രമേ ഫീസ് വരുന്നതുള്ളൂ. ആൻഡ് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് എന്തൊക്കെ കയ്യിൽ കരുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വേണ്ടത് കാൻഡിഡേറ്റിന്റെ ഫോട്ടോഗ്രാഫ് ആണ്, അതായത് റീസെന്റ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചറും വേണം. ഇനി നിങ്ങൾ PWD കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റും കൂടെ കയ്യിൽ കരുതേണ്ടതാണ്. സോ ഫോട്ടോഗ്രാഫ് എങ്ങനത്തെ ഫോട്ടോഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ഫോട്ടോഗ്രാഫ് ഐദർ ഇൻ കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് കളർ ആയിരിക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കാം. അത് ആ ഒരു ഫോട്ടോയിൽ വിത്തൗട്ട് മാസ്ക് 80% നിങ്ങളുടെ ഫേസ് വിസിബിൾ ആയിരിക്കണം. കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിത്ത് 80% ഓഫ് ഫേസ്, അതായത് നിങ്ങളുടെ ബോഡിക്ക് പ്രയോറിറ്റി കൊടുക്കാതെ നിങ്ങളുടെ ഫേസിന് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം. പ്രത്യേകം ചെവികളും നിങ്ങളുടെ ഇരു ചെവികളും കൃത്യമായി കാണുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ. അതേപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മസ്റ്റ് ആണ്. ഇനി ഫയൽ, ഈ ഒരു ഫോട്ടോഗ്രാഫിന്റെ ഫയൽ എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലായിരിക്കണം. അതേപോലെ തന്നെ സൈസ് 10 KB to 200 KB ഉള്ളിലായിരിക്കണം ആ ഒരു JPEG ഫയലിന്റെ സൈസ്. ഇനി സിഗ്നേച്ചറിന്റെ സൈസ് 10 to 50 KB ഉള്ളിലായിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സാക്ട് ഫോർമാറ്റ് ഒക്കെ മനസ്സിലാവുന്നതായിരിക്കും. അതനുസരിച്ച് പ്രോപ്പർ ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫയൽ സൈസ് കൂടുതലാണെങ്കിൽ അത് കംപ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. സോ അത് ചെയ്ത് കംപ്രസ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക. ആ ഒരു സൈസിലുള്ള ഫയൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി PWD സർട്ടിഫിക്കറ്റിന് 50 KB to 300 KB വേണം സൈസ്. ഓക്കെ, സോ ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഐ ഹാവ് ഡൗൺലോഡഡ് ദ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നുള്ള സംഭവം, അതായത് ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നോക്കി വായിച്ചു എല്ലാം മനസ്സിലാക്കി എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. സോ അത് ടിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ തുടങ്ങാം. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സോ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് പിന്നെ ഓപ്പൺ ആയി കാണുക. അതായത് ഡിജി ലോക്കർ സൈൻ ഇൻ ചെയ്യാൻ. എന്തിനാണ് ഡിജി ലോക്കർ സൈൻ ഇൻ ചെയ്യണമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജി ലോക്കറിലാണ് നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ് അതുപോലത്തെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മളിപ്പോ പൊതുവെ ലിങ്ക് ചെയ്ത് വെക്കുന്നത് അല്ലെ. അതായത് നമ്മൾ ഒന്നും ഇപ്പൊ ഫിസിക്കൽ കോപ്പി, ഇതിന്റെ ഒന്നും ഫിസിക്കൽ കോപ്പി നമ്മൾ പൊതുവെ ക്യാരി ചെയ്യാറില്ല. സോ നമ്മൾ ഡിജി ലോക്കറിലാണ് എല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്യാതിരിക്കാനും അതേപോലെ തന്നെ അവർക്ക് വെരിഫൈ ചെയ്യാനും കൂടെയാണ് ഡിജി ലോക്കർ വഴി ലിങ്ക് ചെയ്യുന്നത്. സോ ഞാൻ എന്റെ ഡിജി ലോക്കർ വഴി ലിങ്ക് ചെയ്തിട്ട് ഡിജി ലോക്കറിന്റെ പാസ്വേഡ് അടിച്ചു കൊടുത്തു, അതായത് മെയിൽ ID ആൻഡ് പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്തിട്ട് ആധാർ കാർഡ് മാത്രമാണ് ഞാൻ ആക്സസ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഒരു ഡോക്യുമെന്റ്സിന്റെ ആക്സസ് കൊടുത്തിട്ടില്ല, കാരണം നമ്മുടെ ആധാർ കാർഡ് തന്നെ മതിയാവും. പിന്നെ നമുക്ക് ആപ്പാർ ID വേണ്ടി വരും, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ആപ്പാർ ID നമ്മൾക്ക് നമ്മളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അതിന്റെ ആക്സസ് കൊടുക്കുകയാണെങ്കിൽ അതും നന്നായിരിക്കും, കാരണം അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ലായി വന്നോളും. സോ ഞാൻ ഇവിടെ ആധാർ കാർഡ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ഡോക്യുമെന്റ്സും ഷെയർ ചെയ്യാം, ദർ ഇസ് നോ ഇഷ്യൂ, മിസ്യൂസ് ഒന്നും ഉണ്ടാവുന്നതായിരിക്കില്ല. പക്ഷെ ഞാൻ ആധാർ കാർഡ് മാത്രമാണ് കൊടുത്തത്. ദാറ്റ് ഈസ് മൈ പേഴ്സണൽ ചോയ്സ്. ഓക്കെ, എന്നിട്ട് അലോ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. സോ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആവും. അവിടെ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിജി ലോക്കർ ഒത്തന്റിക്കേഷൻ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഏറ്റവും ആദ്യത്തെ പേജിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ SSLC അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ് അനുസരിച്ച് പ്രോപ്പർ ആയിട്ട് ഫില്ല് ചെയ്യുക. കാൻഡിഡേറ്റ് നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇതൊക്കെയാണ് നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസിൽ കൊടുക്കേണ്ടതായിട്ട് വരിക. അത് ഫില്ല് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ മുകളിൽ ഫില്ല് ചെയ്ത അതേപോലെ തന്നെ താഴെയും ഫില്ല് ചെയ്യുക. അതിനുശേഷം കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഹൗസ് നമ്പർ, ഹൗസ് നെയിം, അതേപോലെ തന്നെ
സബ് ലൊക്കാലിറ്റി, ലൊക്കാലിറ്റി ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ഫില്ല് ചെയ്യുക. സബ് ലൊക്കാലിറ്റി ഓപ്ഷണൽ ആണ്, പക്ഷെ നിങ്ങളുടെ ലൊക്കാലിറ്റി ഏതാണ്, നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് അനുസരിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ കൺട്രി നെയിം ആൻഡ് ദെൻ നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആണോ അത് ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് കൊടുക്കുക. ആൻഡ് ഡിസ്ട്രിക്ട് ആൻഡ് പിൻകോഡ് ഇതെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം. കാരണം കോണ്ടാക്ട് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ അഡ്രസ്സ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ പാസ്സാവുക. അതായത് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് ആയിട്ട് ലിങ്ക് ചെയ്ത ഒരു അഡ്രസ്സ് ആയിരിക്കണം കോണ്ടാക്ട് ഡീറ്റെയിൽസിൽ കൊടുക്കേണ്ടത്. കാരണം പെർമനന്റ് അഡ്രസ് അല്ല, പ്രസന്റ് അഡ്രസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന അഡ്രസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. കാരണം നിങ്ങളുടെ എക്സാം സെന്റർ ഈ ഒരു ഓപ്ഷൻ അനുസരിച്ചിട്ടായിരിക്കും വരിക. സോ അതൊക്കെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം ഇമെയിൽ അഡ്രസ്സ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക. ഇനി നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ അത് സെയിം ആസ് പ്രസന്റ് അഡ്രസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇതിനുശേഷം ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, അതായത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിന്റെ ഇമെയിൽ നിങ്ങളുടെ ഫില്ല് ചെയ്യുക. ഇമെയിൽ എപ്പോഴും നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന ഒരു ഇമെയിൽ ആയിരിക്കണം കൊടുക്കേണ്ടത്. അത് കൺഫേം ചെയ്യുക. പിന്നെ അതിന്റെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക. അതായത് മേലെ അടിച്ച അതേ നമ്പർ തന്നെ താഴെ അടിക്കുക. പിന്നീട് ഒരു ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അത് വെറും ഓപ്ഷണൽ ആണ്. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള സമയമായി. സോ പാസ്വേഡ് എപ്പോഴും ഒരു മിനിമം 8 ക്യാരക്ടേഴ്സ് ഉള്ള അല്ലെങ്കിൽ 8 to 13 ക്യാരക്ടേഴ്സ് ലോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അതിൽ മസ്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയിരിക്കണം. അതായത് 8 to 13 ക്യാരക്ടർ ലോങ് ആൻഡ് ഒരു അപ്പർ കേസ് മസ്റ്റ് ആയിട്ട് വേണം. ഒരു അപ്പർ കേസ് ആൽഫബറ്റ് മസ്റ്റ് ആയിട്ട് വേണം. ഒരു ലോവർ കേസ് ആൽഫബറ്റും മസ്റ്റ് ആയിട്ട് വേണം. ഒരു നമ്പർ വേണം, ന്യൂമറിക്കൽ വാല്യൂ ആൻഡ് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. ഇതായിരിക്കണം നിങ്ങളുടെ പാസ്വേഡ്. ഇങ്ങനെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ അത് പ്രോപ്പറായിട്ട് നോക്കി ചെയ്യാം. പാസ്വേഡ് സെറ്റ് ആയതിനു ശേഷം നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് പാസ്വേഡ് റിക്കവർ ചെയ്യാൻ നിങ്ങളോട്, അതായത് ഇൻ കേസ് നിങ്ങൾ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് സെക്യൂരിറ്റി ആൻസർ ആയിട്ട്. സോ ആ ഒരു ആൻസർ നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ ഈ ഒരു ആൻസർ നിങ്ങൾക്ക് ആവശ്യം വരും. സോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ആൻസർ ബ്ലൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി വേറെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതായത് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക്, അല്ലെങ്കിൽ ഫേവറേറ്റ് സ്പോർട്ട്, അല്ലെങ്കിൽ ഫേവറേറ്റ് ടീച്ചർ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിന്റെ ആൻസർ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, മറക്കരുത്. സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ ആണ്, ഫുള്ളും സ്മോൾ ലെറ്ററിലാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ അതും നോട്ട് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ ഏതെങ്കിലും ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നോട്ട് ചെയ്ത് വെക്കുക, മറക്കരുത്. ഇതെല്ലാം റെഡി ആയതിനു ശേഷം ക്യാപ്ച അടിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക. അതായത് നിങ്ങൾ അടിച്ചിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ, പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വട്ടം കൂടെ ഓപ്ഷൻ തരും. ആൻഡ് എന്തെങ്കിലും രീതിയിൽ ചേഞ്ചസോ എഡിറ്റോ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങൾ ഫില്ല് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം ആ ടിക്ക് മാർക്സ് പ്രോപ്പറായിട്ട് ഐ ഹാവ് വെരിഫൈഡ് എന്നുള്ള രീതിയിൽ എല്ലാം ടിക്ക് ചെയ്ത് പോവാം. എല്ലാം പ്രോപ്പർ ആയിട്ടാണോ ഫില്ല് ചെയ്തതെന്ന് ആദ്യം ചെക്ക് ചെയ്യുക, അതിനുശേഷം ടിക്ക് ചെയ്ത് പോവാം. ഐ ഹാവ് വെരിഫൈഡ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, പെർമനന്റ് അഡ്രസ്, എവറിഥിങ് എല്ലാം പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോവാം. ഇതിനുശേഷം ലാസ്റ്റ് ഐ എഗ്രി എന്ന് പറഞ്ഞ് ഡിക്ലറേഷൻ പ്രോപ്പർ ആയിട്ട് വായിച്ച് കഴിഞ്ഞിട്ട് ഡിക്ലറേഷനിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം, മേൽ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നുള്ള രീതിയിൽ ഒരു ഡിക്ലറേഷൻ ആണ്. സോ അതൊക്കെ വായിച്ച് ഐ എഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിലേക്ക്, അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒഫീഷ്യൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഫില്ല് ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്യാം. ഫോൺ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യാം.
അതിനുശേഷം രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാം. സോ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആവും. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ SMS വഴി കിട്ടിയിട്ടുണ്ടാവും. സോ അത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നിങ്ങളുടെ പാസ്വേഡും എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഈ ബാക്കിയുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് പിന്നീട് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നാണെങ്കിൽ ഈ ഒരു പേജിൽ ഫസ്റ്റ് നമ്മൾ UGCnet.nic.in എന്നുള്ള പേജിൽ പോയിട്ട് ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റെപ്സ് പിന്നീടും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ നമുക്ക് ബാക്കിയുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് തുടങ്ങാം. ഇനി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ അതൊന്നും കൂടെ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ അതിനുശേഷം ഡിസബിലിറ്റി ഡീറ്റെയിൽസ്, ആപ്പാർ ID, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിന്റെ ശേഷം നെക്സ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. സോ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഏറ്റവും ആദ്യം, പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൻഡിഡേറ്റ് നെയിം പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതേപോലെ തന്നെ സിംഗിൾ ഗേൾ ചൈൽഡ് ആണോ നിങ്ങളുടെ ഫാമിലിയിൽ, അതായത് നിങ്ങൾ ഒരേ ഒറ്റ മോളാണോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതേപോലെ ഫാദർ ഓർ ഗാർഡിയൻസ് നെയിം, മദേഴ്സ് നെയിം, നാഷണാലിറ്റി, കാറ്റഗറി നിങ്ങൾ ജനറൽ ആണോ, OBC ആണോ, ജനറൽ EWS കാറ്റഗറി ആണോ, അല്ലെങ്കിൽ PWD, അത്തരം കാറ്റഗറി ഏത് കാറ്റഗറിയാണ്, SC ST ആണോ, അതൊക്കെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. ആൻഡ് കാറ്റഗറി ഒന്നും കൂടെ കൺഫേം ചെയ്യുക. ആൻഡ് എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ടോന്ന് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ആനുവൽ ഇൻകം ഓഫ് പാരന്റ്സ്, നിങ്ങളുടെ ഗാർഡിയൻ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ആനുവൽ ഇൻകം റേഞ്ച് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ റേഷൻ കാർഡ് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽ കിട്ടുന്നതായിരിക്കും. ആൻഡ് ബാക്കിയുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളാണോ നിങ്ങൾ, അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത്. അതിനുശേഷം നിങ്ങൾ ക്യാപ്ച ഫില്ല് ചെയ്ത് നെക്സ്റ്റിലേക്ക് പോവാവുന്നതാണ്. അതായത് നെക്സ്റ്റ് പേജിലേക്ക്, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാവുന്നതാണ്. സോ നെക്സ്റ്റ് നിങ്ങളുടെ ഡിസബിലിറ്റി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങളൊരു PWD അല്ലെങ്കിൽ PWBD കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഈ ഒരു പോർഷനിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ക്യാപ്ച അടിച്ചിട്ട് നോ എന്ന് കൊടുത്തിട്ട് ക്യാപ്ച അടിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാവുന്നതാണ്. ഇനി ആപ്പാർ ID ആണ് ഫില്ല് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഡിജി ലോക്കർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ആപ്പാർ ID ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആപ്പാർ ID എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കാഡമിക് ക്രെഡിറ്റ്സ് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു ID ആണ്. നിങ്ങൾ എത്രത്തോളം പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പോയിന്റ് രീതിയിൽ അറിയാനുള്ള ID ആണ് ഇത്. ആപ്പാർ ID നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചവരാണെങ്കിൽ അത് ഫില്ല് ചെയ്യുക. നിങ്ങൾക്കില്ല എങ്കിൽ നോ എന്ന് കൊടുത്ത് ക്യാപ്ച അടിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാവുന്നതാണ്. ആപ്പാർ ID ഉള്ളവർ അത് പ്രോപ്പറായിട്ട് ആ നമ്പർ ഫില്ല് ചെയ്യുക, അത് കൺഫേം ചെയ്യുക, ദെൻ ക്യാപ്ച അടിച്ച് നെക്സ്റ്റ് സബ്മിറ്റിലേക്ക് കൊടുക്കാവുന്നതാണ്. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന പേജാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേജ്. അതായത് നിങ്ങളുടെ എക്സാം ഡീറ്റെയിൽസും സെന്റർ ഡീറ്റെയിൽസും കൊടുക്കേണ്ട പേജാണ്. സോ നിങ്ങൾ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡന്റ് ആണെങ്കിൽ അതനുസരിച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക. അല്ല നിങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ഇയർ ഡീറ്റെയിൽ കൊടുക്കുക. ഓക്കെ, അത് നോക്കി കൊടുക്കുക. നിങ്ങളൊരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണെങ്കിൽ അതനുസരിച്ച് അപ്ലൈ ചെയ്യാം. കംപ്ലീറ്റഡ് ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, ഓക്കെ, മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രകാരമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് കൊടുക്കുക. ഇനി നെറ്റിന് ഓപ്റ്റ് ചെയ്ത സബ്ജക്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, 87 സബ്ജക്ട്സ് ഉണ്ട്. സോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അതനുസരിച്ചിട്ടുള്ള സബ്ജക്ട് കൊടുക്കുക. ദെൻ പേപ്പറിന്റെ മീഡിയം, ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ വേണോ ഹിന്ദിയിൽ വേണോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ചോയ്സ്, എക്സാം സിറ്റി ചോയ്സ് ആണ്. അത് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് അനുസരിച്ചിട്ടല്ല, പ്രസന്റ് അഡ്രസ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ് ആൻഡ് സിറ്റി കാണിക്കുക. സോ നിങ്ങൾ ഒരു കേരള സിറ്റിസൺ ആണ്, ബട്ട് യു ആർ നൗ സെറ്റിൽഡ് ഇൻ കർണാടക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കർണാടക ആൻഡ് കേരള രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് കാണിക്കും. സോ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഏതാണോ അതനുസരിച്ച് കൊടുക്കുക. ഞാനിവിടെ കേരളത്തിലെ പാലക്കാടാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ 2 തവണ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. പാലക്കാട് ഒരു തവണ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് ചോയ്സ് വേറൊരു
ഡിസ്ട്രിക്ട് ആയിരിക്കണം. അങ്ങനെ 4 ഓപ്ഷനും 4 ചോയ്സും ഡിഫറെന്റ് സിറ്റീസ് സെലക്ട് ചെയ്തതിന് ശേഷം ഫാദറിന്റെയും ഗാർഡിയന്റെ, അതായത് ഫാദറിന്റെ ഒക്യുപ്പേഷനും ക്വാളിഫിക്കേഷനും കൊടുക്കുക. അതായത് നിങ്ങളുടെ ഫാദർ ലൈക്ക് മെട്രിക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയാണോ അല്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണോ, അങ്ങനത്തെ ഡീറ്റെയിൽസ്. അതേപോലെ തന്നെ മദറിന്റെ ഡീറ്റെയിൽസും കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച ഫില്ല് ചെയ്ത് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് കടക്കാവുന്നതാണ്. സോ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് ഡിഗ്രി പാസ്സായ വ്യക്തിയാണോ, ഏത് വർഷമാണ് പാസ്സായത്, ഏത് കോഴ്സാണ് നിങ്ങൾ എടുത്തിരുന്നത്, അതേപോലെ തന്നെ റിസൾട്ട്സ് ഓൾറെഡി പബ്ലിഷ്ഡ് ആണോ അതോ വെയിറ്റിംഗ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അതൊക്കെ നിങ്ങളുടെ സബ്ജക്ട് ആൻഡ് നിങ്ങളുടെ കോഴ്സ് അനുസരിച്ച് ഫില്ല് ചെയ്യുക. പാസ്സായവരാണെങ്കിൽ പാസ്ഡ് എന്ന് കൊടുക്കുക. ഏത് വർഷമാണോ പാസ്സായത് അത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഏത് നേഷനിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ എഴുതിയത് എന്നും അതൊക്കെ കൊടുക്കുക. ഏത് കോളേജ് ആണ് നിങ്ങളുടെ, ഏത് യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളത് കൊടുക്കുക. ആൻഡ് മാർക്കും കൊടുക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങളുടെ CGPA രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അങ്ങനെ കൊടുക്കുക. പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ് കൊടുക്കുക. ഇതിനുശേഷം ക്യാപ്ച അടിച്ചുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. ഇനി വരുന്നത് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങൾക്കൊരു ട്വിൻ ബ്രദർ ഓർ സിസ്റ്റർ ഉണ്ട് എങ്കിൽ അവർ ഈ എക്സാമിന് അപ്പിയർ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. PhD ഡീറ്റെയിൽസ് ആണ് പിന്നീട് ഫില്ല് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഓൾറെഡി PhD ചെയ്യുന്ന ആൾക്കാരാണോ, പെർസ്യൂയിങ് ആണോ, ഓൾറെഡി അഡ്മിഷൻ കിട്ടിയ വ്യക്തികളാണോ, അതിനനുസരിച്ച് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടുണ്ടോ, അതായത് നിങ്ങളുടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അത് നിങ്ങളുടെ ലൈക്ക് പെർട്ടിക്കുലർ കോഴ്സിനനുസരിച്ച് ഫില്ല് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും രീതിയിലുള്ള റിസർച്ച് വർക്ക്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ, റിസർച്ച് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നിങ്ങളൊരു എക്സ് സർവീസ്മെൻ ആണോ എന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ. സോ അതൊക്കെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. സോ നിങ്ങളത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ചെയ്തതനുസരിച്ച് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ക്യാപ്ച ഉണ്ട്, അത് ടൈപ്പ് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഇനി നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്, നിങ്ങൾ JRF മാത്രമാണോ ട്രൈ ചെയ്യുന്നത് എങ്കിൽ JRF ഓൺലി ടിക്ക് ചെയ്യുക. അല്ല നിങ്ങൾ എന്തിനൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ 3 എണ്ണത്തിനും അപ്ലൈ ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം PhD ഓൺലി ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് മാത്രം ടിക്ക് ചെയ്താൽ മതിയാവും. അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഓൾറെഡി നിങ്ങൾ PhD ചെയ്യുന്നുണ്ട് ബട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മാത്രം ടിക്ക് ചെയ്താൽ മതിയാവും. പക്ഷെ ഞാൻ ഇവിടെ 3 ഓപ്ഷൻ ടിക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് വേണം ടിക്ക് ചെയ്യാൻ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഫോട്ടോഗ്രാഫി ആണ്. അതായത് ലൈവ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് പുതിയൊരു ഓപ്ഷനാണ്. സോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ 80% ഫേസ് വിസിബിൾ ആവുന്ന രീതിയിൽ പ്രോപ്പർ ആയിട്ട് ലൈറ്റിംഗ് ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ ലൈവ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ വെബ് ക്യാം അവൈലബിൾ അല്ല എങ്കിൽ ഈ ഒരു മുകളിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഫോണിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. വെബ് ക്യാമിൽ പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ലൈവ് ഫോട്ടോഗ്രാഫി അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. JPG അല്ലെങ്കിൽ JPEG ഫയൽസ് ആണ് അക്സെപ്റ്റബിൾ ഫയൽസ്. സോ നിങ്ങളുടെ ഫയല് JPG ഫോർമാറ്റിലാണെന്നുള്ളത്, JPEG ഓർ JPG ഫോർമാറ്റിലാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് സൈസ് ഓൾസോ ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിന് 10 to 200 KB സിഗ്നേച്ചറിന് 10 to 50 KB ആയിരിക്കണം. സോ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ്
ഫോട്ടോഗ്രാഫ് 80% ഫേസ് വിസിബിൾ ആയിരിക്കുന്ന രീതിയിൽ വേണം വരാൻ. ആൻഡ് ഫേസിൽ മാസ്ക് ഒന്നും ഉപയോഗിക്കരുത്. സോ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ പ്രോപ്പർ ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഞാനിവിടെ എന്റെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാണ്. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് പ്രോപ്പർ സൈസിന്റെ ഡിഫറൻസ് ആയിരിക്കാം ഏറ്റവും ആദ്യം വരിക. അതായത് നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത ഫയല് അപ് ടു ദ സൈസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈനിൽ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കംപ്രസ് ചെയ്യാനും സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഗൂഗിളിലോ ക്രോമിലോ പോയി സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തു ആക്ച്വലി. സോ അതിനുശേഷം ഞാൻ വീണ്ടും ലോഗിൻ ചെയ്തു. ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് വെച്ച് ലോഗിൻ ചെയ്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വീണ്ടും പോയത്. സോ ലൈവ് ഫോട്ടോഗ്രാഫി ആൻഡ് ബാക്കിയുള്ള ഫോട്ടോ അപ്ലോഡും സിഗ്നേച്ചർ അപ്ലോഡിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആയതുകൊണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്ത് ഞാൻ വീണ്ടും ലോഗിൻ ചെയ്യുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പോടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ലൈവ് ഫോട്ടോഗ്രാഫി അപ്ലോഡ് ചെയ്തു, ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫൈനൽ സബ്മിഷൻ ആയിട്ട് നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത എല്ലാ സാധനങ്ങളും, അതായത് നമ്മളിപ്പോൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്തു, കോൺടാക്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഡിസബിലിറ്റി ഡീറ്റെയിൽസ്, ആപ്പാർ ID, എക്സാമിനേഷൻ സിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അഡീഷണൽ ഡീറ്റെയിൽസ്, എന്തിനൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, JRF അസിസ്റ്റന്റ് പ്രൊഫസർ, അങ്ങനെ 3 തസ്തികയിലേക്ക് അപ്ലൈ ചെയ്തു. ആൻഡ് ലൈവ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്തു. അതേപോലെ തന്നെ ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള നമ്മുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തു. ഇനി ഫൈനൽ സബ്മിഷൻ ആണ്. ഫൈനൽ സബ്മിഷന് ആക്ച്വലി ഈ ലൈവ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് പുതിയൊരു ഓപ്ഷൻ ആണ്, ഈ വർഷം തൊട്ട് തുടങ്ങിയ സംഭവമാണ്. ആൻഡ് ഫൈനൽ സബ്മിഷനിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇതുവരെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, എല്ലാം കറക്റ്റ് ആണോ നോക്കുക. അതായത് നിങ്ങൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ നോക്കുക. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. എല്ലാം കറക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. അതായത് എല്ലാം വെരിഫൈ ചെയ്തു എന്നുള്ളത് ടിക്ക് ചെയ്ത് പോവാം. എല്ലാം വെരിഫൈ ചെയ്യുക പ്രോപ്പറായിട്ട്. നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദർ മദർ ഡീറ്റെയിൽസ്, ഫാദറിന്റെയും മദറിന്റെയും ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ, നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് എന്താണോ അതൊക്കെ പ്രോപ്പറായിട്ട്. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കൺഫ്യൂഷൻ വരാൻ പാടില്ല. എക്സാമിന് മുന്നേ എല്ലാം കറക്റ്റായിട്ട് നമുക്കൊരു എററും ഒരു തരത്തിലുള്ള എററും വരാത്ത രീതിയിൽ വേണം ചെക്ക് ചെയ്യാൻ. എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാം വെരിഫൈ ചെയ്ത് ഫൈനൽ സബ്മിഷൻ ചെയ്യുക. ഇതിനുശേഷം ഇനി ഫീ പേയ്മെന്റ് ആണ്. സോ ഫീ പേയ്മെന്റ് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് എത്ര രൂപയാണെന്നുള്ളത് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. അതിൽ ഒരു OTP വരുന്നതായിരിക്കും. അത് ഫിൽ ചെയ്തുകൊണ്ട് ഇമെയിൽ ഒന്ന് വെരിഫൈ ചെയ്യാം. ഇനി ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള ഫീ പേയ്മെന്റ് ആണ്. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങളുടെ ഫീസ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഓൺലൈൻ പേയ്മെന്റ് മോഡ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്ന പേയ്മെന്റ് മോഡ്. സോ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ആൻഡ് എല്ലാ ബാങ്കിന്റെയും ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ആൻഡ് ഓൾ അതർ ഓപ്ഷൻസ് ആർ അവൈലബിൾ. അതായത് ഈ കാണുന്ന കനറ ബാങ്ക്, HDFC, ICICI, SBI, യൂണിയൻ ബാങ്ക്, ഇതല്ലാതെ ഏത് ബാങ്ക് ആണെങ്കിലും നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. എനി ക്രെഡിറ്റ്, ഡെബിറ്റ്, നെറ്റ് ബാങ്കിങ് ഓർ UPI ഓപ്ഷൻസ്, എല്ലാ ബാങ്കിന്റെയും ഇത്തരം ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഓൺലൈൻ സർവീസ് ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതോടുകൂടെ നമ്മുടെ എല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഫീ പേയ്മെൻറ്റ്, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു ആൻഡ് ഫീ പേയ്മെൻറ്റും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്കൊരു കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഫ്യൂച്ചർ യൂസിന് ആവശ്യം വരും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉൾപ്പെടെ നിങ്ങൾ ഫില്ല് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. സോ ഇതൊന്ന് ഫില്ല് ചെയ്ത് വയ്ക്കുക. ഇത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡല്ല, ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഇത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡല്ല, പക്ഷേ നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് ഈ ഒരു ഫോം ആവശ്യം വരും, ആപ്ലിക്കേഷൻ ഫോം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും
കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.